ജീവശാസ്ത്രം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കണ്ണിലെ ദ്രവങ്ങൾ, കണ്ണിലെ പ്രകാശക്രമീകരണം, പ്രതിബിംബം രൂപപ്പെടുന്ന വിധം, ഫ്ലൂയിഡ്സ് ഇൻ ദ ഐ, റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ ഐ ആൻഡ് ഫോർമേഷൻ ഓഫ് ഇമേജ്. ഇനി നിങ്ങൾ ഈ ചിത്രം നിരീക്ഷിക്കൂ. ലെൻസിന് ഇരുവശത്തുമായി നമുക്ക് രണ്ടറകളായിട്ട് കാണാം. ഒന്ന് കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള അറയാണ്. ഇങ്ങനെ കോർണിയയ്ക്കും ലെൻസിനും ഇടയിൽ കാണപ്പെടുന്ന ചെറിയ അറയ്ക്ക് പറയുന്ന പേരാണ് അക്വസ് അറ. സോ ചേംബർ സീൻ ബിറ്റ്വീൻ ലെൻസ് ആൻഡ് കോർണിയ ഈസ് നോൺ ആസ് അക്വസ് ചേംബർ. അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രവമാണ് അക്വസ് ദ്രവം. ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാഗിരണം ചെയ്യപ്പെടുന്നു. സോ ദ വാട്ടറി ഫ്ലൂയിഡ് seen in the aqueous chamber is known as the aqueous humor. It is formed from blood and is reabsorbed to the blood. എന്താണ് ഈ അക്വസ് ദ്രവത്തിൻ്റെ ധർമ്മം? നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കാരണം ഇത് രക്തത്തിൽ നിന്നാണ് രൂപം കൊള്ളുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് ഊഹിക്കാം, എല്ലാ കോശങ്ങൾക്കും, 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, എല്ലാ കോശങ്ങൾക്കും വേണ്ട ഓക്സിജനും പോഷണവും നൽകുന്നത് രക്തം വഴിയാണെന്ന് പഠിച്ചിട്ടുണ്ട്. കണ്ണിലെ കലകൾക്ക് ആവശ്യമായ ഓക്സിജനും പോഷണവും നൽകുന്നത് അക്വസ് ദ്രവമാണ്. ആസ് ദ അക്വസ് ഹ്യൂമർ ഈസ് ഫോംഡ് ഫ്രം ബ്ലഡ്, ഇറ്റ് പ്രൊവൈഡ്സ് ഓക്സിജൻ ആൻഡ് നറിഷ്മെൻറ്റ് ടു ദ ടിഷ്യൂസ് ഓഫ് ഐ. രണ്ടാമത്തെ അറ എന്ന് പറഞ്ഞാൽ ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലുള്ള അറ, അതാണ് വലിയ അറ. ആ വലിയ അറയ്ക്ക് പറയുന്ന പേരാണ് വിട്രിയസ് അറ. അതിൽ നിറഞ്ഞിരിക്കുന്നത് ജെല്ലി പോലുള്ളൊരു ദ്രവമാണ്. സോ ദ ചേംബർ സീൻ ബിറ്റ്വീൻ റെറ്റിന and lens is known as vitreous chamber. It contains a jelly-like fluid that is known as vitreous humor. എന്താണ് ഇതിൻ്റെ ധർമ്മം? വിട്രിയസ് ദ്രവമാണ് കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത്. സോ വിട്രിയസ് ഹ്യൂമർ ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ദ ഷേപ്പ് ഓഫ് ദ ഐ. അക്വസ് ദ്രവം രൂപം കൊള്ളുന്നത് എങ്ങനെയെന്ന് ഈ ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. നോക്കൂ, സിലിയറി പേശികളോട് ചേർന്ന് കാണപ്പെടുന്ന ലോമിയകളിൽ നിന്നുമാണ് അക്വസ് ദ്രവം രൂപം കൊള്ളുന്നത്. അപ്പോൾ രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ തിരികെ ആഗിരണം ചെയ്യപ്പെടുന്ന ദ്രാവകമാണ്, ജലീയ ദ്രവമാണ് അക്വസ് ദ്രവം അഥവാ അക്വസ് ഹ്യൂമർ. അടുത്തത് കണ്ണിലെ പ്രകാശ ക്രമീകരണമാണ്, റെഗുലേഷൻ ഓഫ് ലൈറ്റ് ഇൻ ദ ഐ. ചിത്രം നോക്കൂ. ഒന്ന് മങ്ങിയ പ്രകാശത്തിൽ ഉള്ള കണ്ണിൻ്റെ അവസ്ഥയാണ്, മറ്റൊന്ന് തീവ്രപ്രകാശത്തിലുള്ള അവസ്ഥയും. എന്തെങ്കിലും വ്യത്യാസം കാണാൻ കഴിയുന്നുണ്ടോ? എന്താണ് വ്യത്യാസം? മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിൾ വലുതാവുന്നു, തീവ്രപ്രകാശത്തിൽ പ്യൂപ്പിൾ ചെറുതാവുന്നു. എന്തിനായിരിക്കാം ഇത്? അതെ, കൂടിയ അളവിൽ പ്രകാശം പ്രവേശിക്കുന്നത് കണ്ണിലെ കോശങ്ങൾക്ക് ഹാനികരമാണ്. അതിനാണ് ഈ പ്യൂപ്പിൾ വലുതാവുകയും ചെറുതാവുകയും ചെയ്യുന്നത്. അതേസമയം മങ്ങിയ പ്രകാശത്തിലാണെങ്കിൽ കൂടുതൽ പ്രകാശരശ്മികൾ കണ്ണിലേക്ക് കയറി നമ്മൾക്ക് കാഴ്ച ഒന്നും കൂടി വ്യക്തമാവേണ്ടതുണ്ട്. അതുകൊണ്ടാണ് മങ്ങിയ പ്രകാശത്തിൽ പ്യൂപ്പിൾ വലുതാവുന്നത്. ഇത് നിങ്ങൾക്ക് ചില മൃഗങ്ങളിലൊക്കെ കാണാം. ചിത്രം നോക്കൂ, പൂച്ചയുടെ കണ്ണ് കണ്ടില്ലേ? അത് മങ്ങിയ പ്രകാശത്തിലാവുമ്പോൾ വൃത്താകൃതിയിലും പകൽ സമയത്തൊക്കെ ആവുമ്പോൾ ഒരു സുഷിരമായിട്ടും കാണപ്പെടുന്നുണ്ട്. അതിന് കാരണം കണ്ണിലെ പ്രകാശം ലഭ്യത ക്രമീകരിക്കാനാണ്. ഇനി ഇതെങ്ങനെ സാധ്യമാവുന്നത്? അതിന് സഹായിക്കുന്ന വല്ല സംവിധാനങ്ങളും കണ്ണിലുണ്ടോ? യെസ്, അതാണ് റേഡിയൽ പേശികളും വലയ പേശികളും. ചിത്രം നിരീക്ഷിക്കൂ. ആ പ്യൂപ്പിളിനോട് ചേർന്ന് കാണപ്പെടുന്ന വൃത്താകൃതിയിലുള്ള പേശികളാണ് വലയപേശികൾ അഥവാ സർക്കുലർ മസിൽസ്. എന്നാൽ ഐറിസിൻ്റെ ബാഹ്യഭാഗത്തേക്കായിട്ട് കാണപ്പെടുന്ന പേശികളാണ് റേഡിയൽ പേശികൾ അഥവാ റേഡിയൽ മസിൽസ്. ഇനി മങ്ങിയ പ്രകാശത്തിലായിരിക്കുമ്പോൾ പ്യൂപ്പിളിന് എന്ത് മാറ്റം സംഭവിക്കുന്നത്? പ്യൂപ്പിൾ വികസിക്കുന്നു അഥവാ വലുതാവുന്നു. അതെങ്ങനെ സാധ്യമാവുന്നത്? നോക്കൂ, ചുറ്റുമുള്ള റേഡിയൽ പേശികൾ സങ്കോചിക്കുന്നു. സോ വെൻ വി ആർ ഇൻ ഡിം ലൈറ്റ് ദ റേഡിയൽ മസിൽസ് കൺട്രാക്ട്, സോ പ്യൂപ്പിൾ ഡയലേറ്റ്സ്. അതേസമയം തീവ്രപ്രകാശത്തിലാണെങ്കിലോ, തീവ്രപ്രകാശത്തിൽ പ്യൂപ്പിളിൻ്റെ വലുപ്പം കുറയുകയാണ് ചെയ്തത്. പ്യൂപ്പിൾ ചുരുങ്ങുന്നു, പ്യൂപ്പിൾ കൺട്രാക്ട്സ്. എങ്ങനെയാണ് സാധ്യമാവുന്നത്? വലയ പേശികൾ അവിടെ സങ്കോചിക്കുന്നു, സർക്കുലർ മസിൽസ് കൺട്രാക്ട്. സോ ദ സൈസ് ഓഫ് ദ പ്യൂപ്പിൾ ഡിക്രീസസ്. അപ്പോൾ ഇവിടെ 2 തരം പേശികളും വിപരീത പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും ഒരു ചെറിയ പ്രവർത്തനം ചെയ്യേണ്ടതുണ്ട്. മങ്ങിയ പ്രകാശത്തിലും തീവ്രപ്രകാശത്തിലും റേഡിയൽ പേശി, വലയപേശി, പ്യൂപ്പിൾ എന്നിവയ്ക്കുണ്ടാകുന്ന മാറ്റങ്ങൾ പട്ടികപ്പെടുത്തുക. പ്രിപ്പയർ എ ടേബിൾ ഷോയിങ് ദ ചേഞ്ചസ് ഒക്കർ ഇൻ ദ റേഡിയൽ മസിൽസ്, സർക്കുലർ മസിൽസ് ആൻഡ് പ്യൂപ്പിൾ ഇൻ ഡിം ലൈറ്റ് ആൻഡ് ഇൻ ബ്രൈറ്റ് ലൈറ്റ്. എങ്ങനെയാണ് പ്യൂപ്പിളിൻ്റെ വലുപ്പം ക്രമീകരിക്കപ്പെടുന്നത്? How is size of pupil regulated?
ഐറിസിലെ വലയപേശിയുടെയും റേഡിയൽ പേശിയുടെയും പ്രവർത്തനത്തിലൂടെയാണ് പ്യൂപ്പിളിൻ്റെ വലുപ്പം ക്രമീകരിക്കപ്പെടുന്നത് എന്ന് നേരത്തെ നിന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അടുത്തത് കണ്ണിലെ പ്രതിബിംബ രൂപീകരണമാണ്, ഫോർമേഷൻ ഓഫ് ഇമേജ് ഇൻ ദ ഐ. ഈ ഫ്ലോ ചാർട്ട് നിരീക്ഷിക്കൂ. പ്രകാശം കടന്നുപോയി റെറ്റിനയിൽ പതിക്കുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ കാണിക്കുന്ന ഫ്ലോ ചാർട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പ്രകാശം കടന്നു വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? അതെ, പ്രകാശം കടന്നു വരുന്ന ഭാഗങ്ങളാണ് കോർണിയ, അക്വസ് ദ്രവം അഥവാ അക്വസ് ഫ്ലൂയിഡ്, അക്വസ് ഹ്യൂമർ, പ്യൂപ്പിൾ, ലെൻസ്, വിട്രിയസ് ദ്രവം അഥവാ വിട്രിയസ് ഹ്യൂമർ, അവസാനം റെറ്റിന. അപ്പോൾ പ്രകാശം റെറ്റിനയിൽ പതിക്കുന്നത് വരെയുള്ള പാത നോക്കിയാൽ അത് കടന്നു പോകുന്നത് കോർണിയ, അക്വസ് ദ്രവം, പ്യൂപ്പിൾ, ലെൻസ്, വിട്രിയസ് ദ്രവം എന്നിവ വഴിയാണ്. അങ്ങനെ ലെൻസിലൂടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ലെൻസ് ഒരു കോൺവെക്സ് ലെൻസാണ്. ആ കോൺവെക്സ് ലെൻസിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ എന്താ സംഭവിച്ചത്? ചിത്രം നോക്കൂ. പ്രകാശരശ്മികൾ അവിടെ നിന്ന് റെറ്റിനയിലേക്ക് ഫോക്കസ് ചെയ്യപ്പെടുന്നു. അപ്പോൾ പ്രതിബിംബം രൂപീകരിക്കപ്പെടുന്നു. അങ്ങനെ രൂപീകരിക്കപ്പെട്ട പ്രതിബിംബത്തിൻ്റെ പ്രത്യേകത എന്തെല്ലാമാണ്? ഒന്ന് താരതമ്യം ചെയ്തു നോക്കൂ. അവിടെ ഒരു മരത്തിൻ്റെ ചിത്രമാണ്, മരത്തിൻ്റെ രൂപമാണ് കൊടുത്തിട്ടുള്ളത്. ആ മരത്തിൻ്റെ രൂപം പ്രതിബിംബമായിട്ട് റെറ്റിനയിൽ പതിക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നത്? അതെ, ചെറുതാണ്, സ്മോൾ. പിന്നെയോ തല കീഴായതാണ്, അതായത് ഇൻവേർട്ടഡ്. അവിടെ റെറ്റിനയിൽ പതിഞ്ഞതുകൊണ്ട് തന്നെ അത് യഥാർത്ഥമാണ് അഥവാ റിയലാണ്. ഇനി നോക്കൂ, നിങ്ങളൊരു ക്യാമറ ഉപയോഗിച്ച് എങ്ങനെയാണ് അടുത്തും അകലെയുമുള്ള വസ്തുക്കളുടെ ഫോട്ടോ എടുക്കുക? അതെ, അകലെയുള്ള വസ്തുക്കളെ ഫോട്ടോ എടുക്കുമ്പോൾ സൂം ചെയ്യേണ്ടി വരും. ഒരു ക്യാമറയിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം അവിടെ ഒന്നിലധികം ലെൻസുകളുണ്ട്. ഒന്നിലധികം ലെൻസുകളാണ് സാധാരണ ഒരു നല്ല ക്യാമറയിൽ കാണപ്പെടുന്നത്. അപ്പോൾ അവിടെ രണ്ടോ അതിലധികമോ ലെൻസുകൾ അതിൻ്റെ അകലം ക്രമീകരിച്ചുകൊണ്ടാണ് അടുത്തും അകലെയുമുള്ള വസ്തുക്കളുടെ വ്യക്തമായ ഫോട്ടോ എടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. എന്നാൽ നമ്മുടെ കണ്ണിൽ എത്ര ലെൻസ് ഉണ്ട്? ഒരു ലെൻസ് മാത്രമേ ഉള്ളൂ. ആ ഒരു ലെൻസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് അടുത്തും അകലെയുമുള്ള വസ്തുക്കളുടെ പ്രതിബിംബം നമുക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത്? അല്ലെങ്കിൽ അടുത്തും അകലെയുള്ള വസ്തുക്കൾ എങ്ങനെയാണ് വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത്? ചിത്രം നിരീക്ഷിക്കുക. അടുത്തും അകലെയുമുള്ള വസ്തുക്കൾ നോക്കുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് ഇവിടെ സംഭവിക്കുന്നത് നോക്കൂ. ആദ്യം അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ എന്തെല്ലാം സംഭവിക്കുന്നത് നോക്കാം. ലെൻസിൻ്റെ വക്രത്തിൽ എന്ത് മാറ്റമാണ് വന്നിട്ടുള്ളത്? അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അകലെയുള്ള വസ്തുവിനെ നോക്കുമ്പോൾ ഫോക്കൽ ദൂരം കൂടണം. ലെൻസിൻ്റെ ഫോക്കൽ ദൂരം കൂടണം. ലെൻസിൻ്റെ പവർ കുറയുമ്പോൾ ഫോക്കൽ ദൂരം കൂടും. അപ്പോൾ ലെൻസിൻ്റെ പവറും ഫോക്കൽ ദൂരവും വിപരീത അനുപാതത്തിലാണെന്ന് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ലെൻസിൻ്റെ ഫോക്കൽ ദൂരം കൂടി, ദൂരെയുള്ളതിനെ കാണുമ്പോൾ ഫോക്കൽ ദൂരം കൂടണം എന്ന് പറഞ്ഞു. ഫോക്കൽ ദൂരം കൂടണമെങ്കിൽ ലെൻസിൻ്റെ പവർ കുറയണം, അഥവാ വക്രത കുറയണം. അപ്പോൾ ഇവിടെ ആദ്യ ചിത്രത്തിൽ ലെൻസിൻ്റെ വക്രത കുറഞ്ഞായിട്ടാണ് കാണുന്നത്, അതായത് ഫോക്കൽ ദൂരം കൂടി. അപ്പോൾ ദൂരെയുള്ള വസ്തുക്കളുടെ പ്രതിബിംബം കൃത്യമായി റെറ്റിനയിൽ പതിച്ചു കഴിഞ്ഞു. അതേസമയം രണ്ടാമത്തെ ചിത്രം നോക്കൂ. രണ്ടാമത്തെ ചിത്രം ആ പുസ്തകത്തിലേക്ക് നോക്കുകയാണ്, അടുത്തുള്ള വസ്തുവാണ്. അടുത്തുള്ള വസ്തുവിലേക്ക് നോക്കുമ്പോൾ ഫോക്കൽ ദൂരം കുറയണം. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഫോക്കൽ ദൂരവും ഫോക്കൽ ലെങ്ത്ത് അതുപോലെ തന്നെ പവർ രണ്ടും വിപരീത അനുപാതത്തിലാണെന്ന് പറഞ്ഞു. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയും. ആ ഫോക്കൽ ദൂരം കുറയണമെങ്കിൽ ലെൻസിൻ്റെ പവറിന് എന്ത് മാറ്റം വരണം? ലെൻസിൻ്റെ പവർ കൂടണം. അപ്പോൾ ലെൻസിൻ്റെ പവർ കൂടിയാലേ ഫോക്കൽ ദൂരം കുറയുകയുള്ളൂ, അടുത്തുള്ള വസ്തുവിനെ നമ്മൾ കാണുകയുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ചിത്രത്തിൽ ലെൻസിൻ്റെ വക്രത അഥവാ കർവേച്ചർ കൂടിയതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അടുത്തുള്ള വസ്തുവിനെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണിനുള്ള ഒരു സവിശേഷതയാണ് അടുത്തും അകലെയുമുള്ള വസ്തുക്കളിലേക്കുള്ള ദൂരത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാൻ കഴിയുന്നത്. ഇങ്ങനെ അടുത്തും അകലെയുമുള്ള വസ്തുക്കളിലേക്കുള്ള ദൂരത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കാനുള്ള കഴിവിനെ പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് സംവേദനക്ഷമത? കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിൻ്റെ വക്രതയിൽ മാറ്റം വരുത്തി ഫോക്കൽ ദൂരം ക്രമീകരിച്ച് പ്രതിബിംബത്തെ റെറ്റിനയിൽ രൂപപ്പെടുത്താനുള്ള കണ്ണിൻ്റെ കഴിവ്.
What is power of accommodation of the eye? The ability of the eye to adjust the focal length of the lens by changing its curvature in accordance to the distance of the object from the eye and form the image on the retina is called the power of accommodation of the eye. അപ്പോൾ അടുത്തും അകലെയുമുള്ള വസ്തുക്കൾ നോക്കുമ്പോൾ കണ്ണിലുണ്ടാകുന്ന മാറ്റങ്ങളൊന്ന് പട്ടികപ്പെടുത്തി നോക്കൂ. എന്തെല്ലാം മാറ്റങ്ങൾ വരുന്നു? അടുത്തുള്ള വസ്തുക്കളെ നോക്കുമ്പോൾ സിലിയറി പേശി സങ്കോചിക്കുന്നു, സ്നായുക്കൾ അയയുന്നു, ലെൻസിൻ്റെ വക്രത കൂടുന്നു, ഫോക്കൽ ദൂരം കുറയുന്നു. ഇനി അകലെയുള്ള വസ്തുക്കളെ നോക്കുമ്പോഴോ സിലിയറി പേശികൾ വിശ്രമാവസ്ഥയിലാകുന്നു, സ്നായുക്കൾ വലിയുന്നു, ലെൻസിൻ്റെ വക്രത കുറയുന്നു, ഫോക്കൽ ദൂരം കൂടുന്നു. So what are the changes occur in the eye while viewing distant objects and near objects? While viewing nearby objects, ciliary muscles contract, ligaments relax, curvature of lens increases, focal length decreases. Then while viewing distant objects, ciliary muscles relax, ligaments stretch, curvature of lens decreases, focal length increases. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.